ഈ മാധ്യമപ്രവർത്തനത്തിന്റെ രീതി മാറിയപ്പോൾ ആളുകൾ മാധ്യമപ്രവർത്തകരെ പണ്ടൊക്കെ റെസ്പെക്റ്റോട് കൂടി കണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ മാപ്ര വിളിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും അതിന് അർഹരാണോ മാധ്യമപ്രവർത്തകർ? അല്ല, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത നിലയിലെ മാധ്യമരംഗം മാറുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പാറ്റേൺ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വാർത്ത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസ്തുതയാവണം, ഫാക്ട്സ് ആവണം. അതിനെ നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആധികാരികത വേണം. ഒന്നുകിൽ ഒരു ഡോക്യുമെൻ്റ് ബേസ് വേണം. നമ്മൾ ഒരു കാര്യം പറയുന്നുവെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നു, കാരണം അതിലൊരുപാട് ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന രേഖകളുടെ പിൻബലം വേണം. അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ടൊരു ഒരു വ്യക്തി നമ്മളോട് അതേക്കുറിച്ച് പറയാൻ വേണം. ഇത് ഇന്ന കുഴപ്പം ഇവിടെ നടക്കുന്നു, ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയാൻ ആൾ വേണം. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ഭാഗം, നമ്മളിവിടെ ഏത് പ്രശ്നത്തിനും രണ്ട് ഭാഗം ഉണ്ടാകും എന്ന് പറയില്ലേ, മറുഭാഗം കൂടി കേൾക്കാൻ, അവർക്ക് കൂടി പറയാനുള്ളത് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, അവരുടെ ഒരു വിശദീകരണം ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുക, ആ ഭാഗവും അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എവിടേക്കോ ഈ കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, ദൃശ്യമാധ്യമങ്ങൾ ഒരേ സമയം ഓൺലൈൻ മാധ്യമങ്ങളോട് മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നൊരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എവിടേക്കോ ഡ്രോപ്പ് ആകുന്നുണ്ട്, ഈ സ്റ്റെപ്സ് എവിടെയോ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഡ്രോപ്പ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വിലയിരുത്താൻ പഴയതിനേക്കാൾ കഴിയും. പണ്ട് പത്രം വായിച്ച് മടക്കി വെക്കാം, വേണേൽ നമുക്കൊരു കത്തയക്കാം, പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഈ വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളുടെ ന്യൂസ് ചാനലിൻ്റെ തുടക്കകാലത്തും നമുക്ക് കാണാം പത്രത്തേക്കാൾ കുറച്ചുകൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടി വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ സുനിലിന് തന്നെയും സ്വന്തമായിട്ടൊരു അഭിപ്രായം, ഒരു വാർത്ത കാണുമ്പോൾ, ഒരു പരിപാടി കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ നിരൂപകരായി നമ്മൾ മാറേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം. അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഒക്കെ ഇങ്ങനെ വിലയിരുത്തപ്പെടുന്നതിനും അതിനപ്പുറം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതിനും ഇടയാക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ്. കേവലം ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്, ആക്ഷേപങ്ങളെ നമ്മൾ അതുപോലെ അങ്ങ് തള്ളിക്കളയും. അത് ഓർത്തോ അതോ ആലോചിച്ചോ ഇരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ശരിയായ ക്രിറ്റിസിസം വരുന്ന ഇടത്താണ്, അത് വർദ്ധിച്ചു വന്നപ്പോഴാണ് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ട് മാപ്ര എന്ന ചുരുക്കപ്പേര്, പലരെയും നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്നു. ഇപ്പോൾ പഴയ കാലത്ത് പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ അവർ ഒരു വാർത്ത സുനിൽ കണ്ടിട്ടുണ്ടോ, പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത്, ഇപ്പം അത് കാണാറില്ല. സ്വന്തം ലേഖകൻ അങ്ങനെ വിളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ നമ്മൾ കേട്ട് നിൽക്കാനേ പറ്റൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാപ്ര ഓക്കെയാണ്. പക്ഷെ അതിലൊരു വലിയ പരിഹാസവും വിമർശനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.